സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കുന്നതിൽ തീരുമാനമെടുക്കാൻ ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരും. സിപിഐ എതിർപ്പ് ഉന്നയിച്ച പശ്ചാത്തലത്തിൽ വിഷയം ഇന്നത്തെ മന്ത്രിസഭാ യോഗം വിശദമായി ചർച്ച ചെയ്യും. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ കൃഷിമന്ത്രി പി പ്രസാദ് സിപിഐയുടെ എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ ലീല സാബു ചേരുകയാണ്. ബിനിൽ, സിപിഐ വിവിധ വിഷയങ്ങളിൽ എതിർക്കുകയാണ്. സർക്കാരിന്റെ വലിയ വലിയ പദ്ധതികൾ പ്രത്യേകിച്ച് സ്വകാര്യ സർവകലാശാലയുടെ കാര്യത്തിൽ വരുമ്പോൾ കൃഷിയും ആരോഗ്യവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള സർവകലാശാലകൾക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും എന്ന് തന്നെയാണ് സിപിഐയുടെ വാദം. എപ്പോഴാണ് മന്ത്രിസഭാ യോഗം തുടങ്ങുന്നത്? വിജീഷ്, 10 മണിക്കാണ് മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ഈ സ്വകാര്യ സർവകലാശാല മന്ത്രിസഭായോഗത്തിന്റെ പരിഗണനയ്ക്ക് വന്നെങ്കിലും അന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആ മന്ത്രിസഭായോഗത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അന്ന് പരിഗണനയ്ക്ക് വന്നില്ല. പക്ഷേ CPI ഇതിൽ വലിയ എതിർപ്പാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നേരത്തെ വിജീഷ് പറഞ്ഞതുപോലെ കൃഷി, ആരോഗ്യം തുടങ്ങിയ സർവകലാശാല വരുമ്പോൾ അതിന്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കും എന്ന തരത്തിലുള്ള ഒരു ആശങ്ക CPI മുന്നോട്ട് വെച്ചു. മാത്രമല്ല, ഇതിൽ കൃത്യമായ വിശദീകരണം ഈ എങ്ങനെയാണ് നടപ്പിലാക്കുക നടക്കം വിശദീകരിക്കണമെന്നാണ് CPI ആവശ്യപ്പെട്ടത്. അതിനുശേഷം മന്ത്രിതലത്തിൽ ഒരു ചർച്ച നടത്തിയിരുന്നു. അതായത് മന്ത്രിമാരായ രാജീവ് ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ബിന്ദു മന്ത്രി, അതോടൊപ്പം CPIയിൽ നിന്ന് നോക്കിയാൽ പി പ്രസാദും രാജനടക്കമുള്ള മന്ത്രിമാർ ചർച്ച നടത്തിയിരുന്നു. പക്ഷേ അതിലും ഒരു ആവശ്യം ഉന്നയിച്ചത് ഈ കൃഷി വകുപ്പ് സെക്രട്ടറിയെ ഈ സർവകലാശാലകളുടെ എക്സിക്യൂട്ടീവിൽ കൊണ്ടുവരുന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു. പക്ഷേ ഒരു വകുപ്പിന്റെ മാത്രം സെക്രട്ടറിയെ ഈ സർവകലാശാല കൊണ്ടുവരുന്നതിൽ എതിർപ്പ് അറിയിച്ചു. പ്രായോഗികമല്ല എന്ന കാരണമാണ് അന്ന് CPM-ന്റെ മന്ത്രിമാർ ചൂണ്ടിക്കാട്ടിയത്. ഇക്കാര്യത്തിൽ CPI-യെ അനുനയിപ്പിക്കുക എന്ന രീതിയിലേക്കാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ കൃത്യമായി ഇത് വിശദീകരിക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഈ സ്വകാര്യ സർവകലാശാല വലിയ എതിർപ്പ് പ്രതിപക്ഷവും മുന്നോട്ട് വെച്ചിരുന്നു. ആദ്യം ഈ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് ഇടതുപക്ഷം പിന്നോട്ട് പോകുന്നു എന്നാണ് പ്രതിപക്ഷം ഇതിൽ ചൂണ്ടിക്കാണിച്ചത്. പ്രത്യേകിച്ച് TP ശ്രീനിവാസനെ SFI നേതാക്കൾ മർജടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് VD സതീശൻ ഇതിനെ എതിർത്തതും മുന്നോട്ട് വന്നതും. എന്തായാലും ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ പ്രത്യേക മന്ത്രിസഭാ യോഗമാണ്. ഇതിൽ CPI-യെ അനുനയിപ്പിക്കുക, ഇതുമായി സ്വകാര്യ സർവകലാശാല മുന്നോട്ട് പോകുക തന്നെയാണ് ഈ CPM-ന്റെ തീരുമാനമുള്ളത്. അതിനെ എതിർക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. രുചീഷ്.